സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചിരിക്കാൻ വേറെ എവിടെയും പോകണ്ട, ഇത് കേട്ടാൽ മതി. കാരണം ഈ ചെറ്റ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. SNDP യോഗത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ജാതി ചോദിക്കരുത്, പറയരുത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെ ഒരു മൂലക്കിരുത്തിയിട്ട് കള്ള് കച്ചവടമാണ് ഇവൻ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കള്ള് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുകയാണ്, കൊള്ളപ്പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുകയാണ്, അതും ഈഴവ സമുദായങ്ങൾക്ക്. എന്നിട്ട് SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലൂടെ പറയുകയാണ്, എല്ലാവരും ഇതിൽ സഹകരിക്കണം, SNDP യോഗം പ്രവർത്തകരെല്ലാം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ കൊടുത്ത് അതിൽ സജീവമായി പ്രവർത്തിക്കണമെന്നാണ്. ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഈ ചെറ്റ, ഈ വെള്ളാപ്പള്ളിയെ ആ SNDP സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്യലാണ്. അത് എന്തുകൊണ്ട്? നല്ല ഈഴവ സമുദായങ്ങൾ ഒരുപാട് പേര് അംഗങ്ങളുണ്ട്, നല്ല ആൾക്കാരുണ്ട് അതിൽ ഒരുപാട്. അത് പല ഇതായിട്ട് അവർ എതിർക്കുന്നുമുണ്ട്. സംരക്ഷണ സമിതി എന്ന്, SNDP സംരക്ഷണ സമിതി എന്നും പറഞ്ഞ് അവർ യോഗങ്ങളൊക്കെ ചേർന്നുണ്ട്, എല്ലാം ഉണ്ട്. ഗോകുലൻ ഗോപാലനൊക്കെ നേരത്തെ പിന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ വിദ്യാസാഗർ, അവരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ വെള്ളാപ്പള്ളിയും കുറെ ഗുണ്ടകളും കള്ള് കച്ചവടക്കാരും കൊള്ളപ്പലിശക്കാരും ചേർന്ന് SNDP യോഗത്തിനെ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗുണ്ടാ സംഘങ്ങളാണ് ഇതിനെ ഇപ്പൊ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോ SN ട്രസ്റ്റ് ആയിരുന്നാലും SNDP ആയിരുന്നാലും വർക്കല അവര് കളി നോക്കി, പക്ഷെ സ്വാമിമാർ സമ്മതിച്ചില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള, അഭിമാനമുള്ള നല്ല സ്വാമിമാരാണ്. അവര് ഈ വെള്ളാപ്പള്ളി എപ്പോഴും തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, ആചാന ബാഹുവായ ഒരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു, നല്ല ഒരു സ്വാമിയായിരുന്നു, സ്വാമി ശാശ്വതീകാനന്ദ. അദ്ദേഹത്തിന് കൊന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് അന്ന് ഉണ്ടായിരുന്ന ശ്രുതി. എന്തായാലും ശരി, പലപ്പോഴായി വന്ന ഗവൺമെന്റുകൾ വെള്ളാപ്പള്ളിയെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ കേസ് പോലും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ആരാണോ അഴിമതി നടത്തിയത്, ആ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ ഒരാളിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. അതായത് ആവശ്യം പോലെ മർദ്ദനമേക്കേണ്ടി വന്നിട്ടാണ് അവസാനം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അവരുടെ കുടുംബത്തെ പോലും വെറുതെ വിടുന്നില്ല. അങ്ങനെയുള്ള ഈ ചെറ്റയ്ക്കെതിരെ നടപടിയെടുക്കണം ഗവൺമെന്റ്. ഏതായത് 95ഓളം കേസുകൾ വെള്ളാപ്പള്ളിയുടെ പേരിലുണ്ട്. അപ്പോൾ ഇപ്പോ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഒരു ഈഴവ സമുദായ നേതാവ് കൊടുത്തിരുന്നു. അതായത് വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷൺ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ കോടതി ഇപ്പൊ ഇടപെട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതില് കുറ്റക്കാരനെന്ന് തെളിഞ്ഞ് അയാളെ ശിക്ഷിച്ചാൽ അത് തിരിച്ചെടുക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ടെന്നാണ്. അതായത് ഇയാളെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, നിർബന്ധമായിട്ട് ശിക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പിന്നെ നിയമ സംവിധാനത്തോട് ജനങ്ങൾക്ക് യാതൊരു ബഹുമാനവും ഉണ്ടാവുകയില്ല. കാരണം ചെറ്റത്തരവും വിഡ്ഢിത്തരവും പിന്നെ വർഗീയ വിദ്വേഷവും സമൂഹത്തിൽ പടർത്തി ആരോടെങ്കിലും, അതായത് അധികാരികളോടൊപ്പം സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ നിൽക്കുന്ന ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഏറ്റവും വലിയ അവസരവാദിയാണ്. SNDP എന്ന ചന്ദനമരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന വിഷസർപ്പമാണ് വെള്ളാപ്പള്ളി എന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. അച്യുതാനന്ദൻ, നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട അന്തസ്സും അഭിമാനവുമുള്ള കറകളഞ്ഞ പിന്നെ സത്യവിശ്വാസികളെല്ലാം ഈ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. അയാളെ അംഗീകരിച്ച, അയാളെ സപ്പോർട്ട് ചെയ്ത നല്ലൊരു ഈഴവ സമുദായത്തെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും ശരി, ഈ വെള്ളാപ്പള്ളിയുടെ അവസാന കാലം ജയിലറ ആയിരിക്കണം, അവിടെ കിടന്ന് ഇയാൾ ചാവണം. ഈ സമൂഹത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതായത് നേരത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം, മറയ്ക്കാൻ പോലും
ഈ ഈഴവ സ്ത്രീകൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. പണ്ടെല്ലാം അവരെല്ലാം വെറും നഗ്നരായിട്ടാണ്, അതായത് ഈ പിന്നെ എന്താണ് പൊക്കിളിന് മുകളിലോട്ടുള്ള ഭാഗം തുറന്നിട്ടാണ് അവർ നടന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം ആ കാലഘട്ടം. ആദ്യമായിട്ട് മറയ്ക്കാൻ സൗകര്യം ചെയ്ത് ടിപ്പു സുൽത്താനാണ്. ഈ ഇവിടെയുള്ള ബാക്കിയുള്ള ഹിന്ദു സമുദായങ്ങൾ ആരായാലും ശരി, ബ്രാഹ്മണ മേധാവിത്വമായിരുന്നാലും ശരി, സനാതന ധർമ്മമായിരുന്നാലും ശരി, എന്തായാലും ശരി, അങ്ങനെ പാവപ്പെട്ട ഈഴവര്, പിന്നെ ദളിതരുടെ കാര്യം പറയണ്ടല്ലോ, ഈഴവർക്ക് അങ്ങനെ ആവാമെങ്കിൽ ഈഴവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ. ഈഴവൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി പോകുമ്പോ അതിന്റെ 7 അയലത്ത് പോലും അവർക്ക് നടക്കാനൊക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ആ വെള്ളാപ്പള്ളി അങ്ങനെയുള്ള സമുദായത്തിൽ പറഞ്ഞ വെള്ളാപ്പള്ളിയാണെന്ന് എന്താണ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നായിരുന്നു നേരത്തെ. ഇപ്പൊ നമ്പൂതിരി മുതൽ പിന്നെ ക്രിസ്ത്യാനി വരെ എന്നുള്ളതാക്കി, അച്ചായൻ വരെ എന്നുള്ളതാക്കി. അങ്ങനെ രൂപപ്പെടണം. എന്നിട്ട് മുസ്ലിങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തിയിരിക്കണം. ആദ്യമായിട്ട് മറയ്ക്കാൻ, ഈഴവ സ്ത്രീക്ക് മറയ്ക്കാൻ ആദ്യമായിട്ട് സൗകര്യം ഉണ്ടാക്കിയ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മുസ്ലിം സമുദായമാണ്. ആ മുസ്ലിം, അത് മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് വരെ, നേരത്തെ അതായത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് വരെ വെള്ളാപ്പള്ളിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു മുസ്ലിങ്ങളുമായിട്ട്. പിന്നെയാണ് പ്രശ്നം ഉണ്ടായത്. അതായത് ഇയാളുടെ സ്വന്തം താല്പര്യങ്ങൾ നടക്കൂല എന്ന് വന്നപ്പോഴാണ് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയത്. ന്യായവും ന്യായക്കേടും എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ന്യായത്തിന്റെ കൂടെ മുസ്ലിം നേതാക്കന്മാർ നിൽക്കുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാണ് വെള്ളാപ്പള്ളി ചുവട് മാറ്റി ഈ പിന്നെ എന്താണ് ഹൈന്ദവ തീവ്രവാദത്തിലേക്ക്, RSS സംഘപരിവാർ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത്. മകനെയും ഭാര്യയും അങ്ങോട്ടാക്കി, പിണറായി 10 വർഷം ഭരിക്കുക പിണറായിയുടെ കൂടെയാക്കി, അങ്ങനെയുള്ള കളി കളിച്ചത് അതിനുശേഷമാണ്. അപ്പൊ എന്തായാലും ശരി, വെള്ളാപ്പള്ളിയ ഈ പിന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാക്കരുത്. ആക്കിയാൽ മനുഷ്യൻ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. കാര്യം അത്ര വൃത്തികെട്ടവന് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാക്കരുത്. അവനെ അതിന്റെ അംബാസഡറും ആക്കാനും അവൻ ശ്രമിക്കും. അതായത് പല രീതിയിലും ഇപ്പൊ എന്ത് ചെയ്താലും, കേരള സർക്കാർ ഇപ്പൊ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യണം വെള്ളാപ്പള്ളി. നേരത്തെ പിണറായി ആയിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് കോൺഗ്രസിനെയും VD സതീശനെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? VD സതീശനെ തോക്കും, കാക്ക മലന്ന് പറക്കും, ഞാൻ SNDP യോഗത്തിന്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ തെണ്ടിയാണ്. ഇപ്പോ VD സതീശനെ സപ്പോർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? എങ്ങനെയും മരണം വരെ കേസിലൊന്നും പോകാതെ കഴിയണം. അപ്പൊ ഈ കേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ അകത്താക്കുമെന്നുള്ള ഉറപ്പാണ്. എന്തായാലും ശരി, ബാക്കിയുള്ള ഈഴവ സമുദായങ്ങൾ ഇയാൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്നും, നമ്മൾ കോൺഗ്രസിലുള്ള അടൂർ പ്രകാശിനെ പോലുള്ള ആൾക്കാർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന് വെള്ളാപ്പള്ളിക്കെതിരായ പിന്നെ രൂപപ്പെടല്, വെള്ളാപ്പള്ളിക്കെതിരായ ഈഴവ സമുദായത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കണമെന്നാണ് സാധാരണ കോൺഗ്രസ്സുകാർക്കും സാധാരണ UDFകാർക്കും സമുദായ സ്നേഹികൾക്കും പറയാനുള്ളത്. ഞാൻ ഒരുപാട് ഈഴവ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് പറയുന്ന ഇവരൊക്കെ ഒരു ഗുണ്ടാ സംഘമാണ്. കള്ള് കച്ചവടവും കൊള്ളപ്പലിശയും കൊടുത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അവർ വിലസയാണ്. അപ്പോ അങ്ങനെയുള്ള ഈ സംഘത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ വെള്ളാപ്പള്ളി ഇല്ലാതാവണം. വെള്ളാപ്പള്ളി ഇല്ലാതാവണമെങ്കിൽ അയാളുടെ പേരുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആർജവം കാണിക്കണം. അപ്പോൾ ഇയാളെ ഏത് രീതിയിലായാലും പൂട്ടാൻ ശ്രമിക്കണം. ഇയാളുടെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ പിന്തുണ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇയാളില്ലാത്ത ഉള്ള സാധാരണ ഈഴവർ വന്നോട്ടെ, അല്ലാതെ ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഈ SNDPയുടെ ആൾക്കാർ ഇതിന് വരേണ്ട കാര്യമില്ല. അവരുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.